Hi guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവരുടെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ടായ നേഹയുടെ കസിൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരും. അവർ മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പം നൈറ്റിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നേഹയ്ക്കും ഹിബയ്ക്കും വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്താണ് ഞാൻ പോയത്. എന്നിട്ട് അവരുടെ അക്കോമഡേഷനിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് പോകുന്ന വഴിയൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഡിന്നർ ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഇതിൽ കൂടി ആഡ് ചെയ്തതാണ്. അന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് December 31st 11:40 വീഡിയോ എടുക്കുന്നത്. അവർ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിന്നൊരു 40 minutes ഡിസ്റ്റൻസ് ഉണ്ട് ബൈ കാർ മാഞ്ചസ്റ്ററിലേക്ക്. അപ്പോൾ കഞ്ഞി റെഡിയായി. ന്യൂ ഇയർ ആയിട്ട് കഞ്ഞി മുട്ട വറുത്തതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കഞ്ഞിയും മുട്ട വറുത്തതും ആയിട്ട് കഴിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം നേഹ മുട്ട എടുത്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മുട്ട വറുത്തത് കഞ്ഞിയുടെ കൂടെയോ എന്ന് ചിന്തിച്ചു. പക്ഷേ ദ ബെസ്റ്റ് കോമ്പിനേഷൻ എവർ. ഞാൻ കഴിച്ചിട്ട് ഞാനങ്ങ് മതിമറന്നുപോയി. ഒത്തിരി കഴിച്ചു. ഞാൻ കുറച്ച് ആദ്യം എടുത്തത് പിന്നെ വീണ്ടും പോയിട്ട് എടുത്തു. അത്രയ്ക്ക് എനിക്കിഷ്ടമായി. അപ്പം ഹിബ കഴിക്കുന്നതിൻ്റെ ASMR എടുക്കുവാണ് കേട്ടോ. ASMR വോയിസ് ഞാൻ ഇതിലിടുന്നില്ല, കാരണം എൻ്റെ വളിപ്പാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. സോ അതിടണ്ടെന്ന് വിചാരിച്ചു. ഹിബയുടെ കഞ്ഞി കണ്ടിട്ട് പാൽപ്പായസം പോലെ ഇരിക്കുന്നു. എനിക്ക് അതെന്താണെന്നറിയാമോ, അവൾ തൈര് മിക്സ് ചെയ്തു കഞ്ഞിയിൽ. അതിൻ്റെ കളറാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു എല്ലാ കറികളും കൂടി ഒന്നിച്ചിട്ടിട്ട് എടുക്ക്, അപ്പോൾ ഭയങ്കര നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് അവൾ കഴിക്കുക. അങ്ങനെ 2023 ആയി ഗൈസ്. ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. ഇത് ജസ്റ്റ് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആയിട്ടുള്ള ആദ്യത്തെ ജേണി തുടങ്ങുവാണ്. ഈ വർഷം ഫുൾ യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ സമയത്ത് ഇരിക്കുന്നത്. കാരണം എല്ലാ വർഷവും പൊതുവെ വീട്ടിലല്ലെങ്കിൽ കോളേജിലൊക്കെയാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഒരു യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. ബൈ ദ വേ, ഫ്രണ്ടിലിരിക്കുന്ന 2 ആൾക്കാരാണ് നേഹയുടെ കസിൻസ് മിട്ടു ആൻഡ് ഹസീബ്. മിട്ടുവിൻ്റെ ഹസ്ബൻഡാണ് ഹസീബ്. അപ്പോൾ ഇവർ മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. UK വന്നതിന് ശേഷം ഒരു സെക്കൻഡ് ടൈമാണ് കാറിൽ യാത്ര ചെയ്യുന്നത്. ലൈക്ക് ഇത്രയും ലോങ് യാത്ര ചെയ്യുന്നത് സെക്കൻഡ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു, നൈറ്റിൽ ഇത്രയും ലോങ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു. നെക്സ്റ്റ് ഡേ ആക്ച്വലി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാനായിരുന്നു. പക്ഷെ അന്നേരം എല്ലാവരും മടി പിടിച്ച് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. ബൈ ദ വേ, ഇത് നമ്മുടെ മിട്ടു നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്ന ലഞ്ചാണ്. ഇറ്റ് വാസ് സോ യം. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേനും ഞാനും നേഹയും ഹസീബും കൂടി പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒരു വാക്കിനിറങ്ങി. ആക്ച്വലി കാറിൻ്റെ അടുത്ത് കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോയതാണ്. പക്ഷെ പോകുന്ന വഴി വാസ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ ആ ഡേയും കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് 2nd of January ആണ്. നമ്മുടെ ആക്ച്വൽ പ്ലാൻ എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിൽ പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ സ്കോട്ട്ലാൻഡ് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു 4 hours ജേർണി ഉണ്ട്. 4 hours and 40 minutes ജേർണി ഉണ്ട് ഫ്രം മാഞ്ചസ്റ്റർ, ഇവരുടെ അക്കോമഡേഷനിൽ നിന്ന്. അതെന്ന് പറയുന്നത് നമുക്ക് പോയി വരാൻ തന്നെ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല നെക്സ്റ്റ് ഡേ ഇവർക്ക് എല്ലാവർക്കും വർക്കിന് പോകണമായിരുന്നു. അപ്പം ആകെ ടയറിങ് ആയിപ്പോന്ന് ഓർത്തിട്ട് നമ്മൾ ഇവരുടെ അക്കോമഡേഷനിൽ നിന്ന് ഒരു 30 minutes ഡിസ്റ്റൻസിലുള്ള ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉള്ളൊരു സ്ഥലത്താണ് പോയത്. ടൈഗേഴ്സ് ക്ലവ് എന്ന് പറഞ്ഞിട്ട്. സ്ഥലത്തിൻ്റെ വിഷ്വൽസ് കാണിക്കുമ്പോൾ കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ ഇത് നമ്മുടെ സ്വന്തം നേഹ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ട് എൻജോയ് ചെയ്യുക ഗൈസ്. വല്ലാത്തൊരു അഭിനയമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു വ്യൂ ആണിത്. അതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു. വീഡിയോ നമ്മുടെ യൂട്യൂബിലേക്ക് ആഡ് ചെയ്യാനായിട്ട്.
അത് കഴിഞ്ഞ് സ്ഥലത്തെത്തി. ആക്ച്വലി മാഞ്ചസ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഈ ഏരിയയിൽ മഴയേ ഇല്ല. ഈ ഒരു വാട്ടർഫോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റിവിങ്ടൺ എന്ന് പറയുന്ന ബോൾട്ടണിലുള്ള ഒരു സ്ഥലത്താണ് ഈ വാട്ടർഫാള് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതെന്താ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണോ പോകുന്നതെന്ന്. എനിക്കും ആദ്യം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ശരിക്കും പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ചിപ്പഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നേറ്റീവ് പ്ലേസ് അച്ഛൻ്റെ നേറ്റീവ് പ്ലേസിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയൊരു സെയിം ഇങ്ങനത്തെ ഒരു ഭംഗിയാണ് ആ ഒരു സ്ഥലത്തിനും. ആ സ്ഥലത്തിന് ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളൂ ഇത്. പക്ഷേ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്ന പോലെ വീഡിയോയിലെ കാണുന്നതിനെക്കാട്ടിലും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും മാക്സിമം വീഡിയോയിലും ഭംഗി തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് പോയി. അങ്ങനെ പതിയെ നടന്ന് ഭയങ്കര ചെളി പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും അതുമാത്രമാണ് എനിക്കൊരു പിന്നെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമുക്കത് ഒരു കുറ്റമായിട്ട് പറയാ അല്ല, പക്ഷേ എൻ്റെ ഷൂവിനൊട്ടും ഗ്രിപ്പില്ലായിരുന്നത് കൊണ്ടാണ് എനിക്കത് കുറ്റമായി പറയേണ്ട അവസ്ഥ വന്നത്. കാരണം ഞാൻ തിരിച്ചിറങ്ങാൻ നേരത്തൊന്ന് വീണായിരുന്നു. അപ്പോൾ ഈ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. ആ നീല ആകാശവും ഈ ബ്രാഞ്ചസും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്തി എന്ന് വേണം പറയാൻ. ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തി. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ കൂടി അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വ്യൂ അന്നേരം ആ ഒരു സൺലൈറ്റ് വൈകിട്ട് ഒരു ഉച്ച സമയത്ത് സൺലൈറ്റാണ്. പക്ഷേ ക്ലൈമറ്റ് നമുക്ക് കോൾഡ് ആയതുകൊണ്ട് ഒട്ടും ചൂടൊന്നും തോന്നിക്കുന്നില്ലായിരുന്നത് കൊണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ കുഞ്ഞ് വെള്ള കളറിൽ നിൽക്കുന്ന സാധനം ഷീപ്പാണ്. അവരെ അവിടെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. മേളിലേക്ക് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങ് അറ്റത്ത് ഒരു കാസിലുണ്ട്, ഒരു കുഞ്ഞ് കാസിൽ. അതിനകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വ്യൂ. ആ ഒരു സ്ഥലം നമുക്ക് ഫുൾ കാണാൻ പറ്റും മുകളിലേക്ക് പോയാൽ. അങ്ങനെ പോകുന്ന വഴിയാണ്. മരങ്ങളൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലമായിരുന്നു അത്. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ എപ്പോഴും നാടുള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്ക് പൊന്മുടി ഫീലൊക്കെ ഈ ഏരിയകളൊന്നുമല്ല, അത് ജസ്റ്റ് ആ വ്യൂ ഞാൻ കാണിച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ എനിക്കൊരു പൊന്മുടി ഫീലൊക്കെ വന്നു. അതെപ്പോഴും നാടിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഉണ്ടാവും. അങ്ങനെ നമ്മൾ പതിയെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അടുത്ത ദിവസം ഫ്ലാറ്റായിരുന്നു. കാലുവേദന കാരണം ഷൂസ് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ നമ്മളിങ്ങനെ പതിയെ മന്ദം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൈഡ് സൂര്യനും ഒരു സൈഡ് ചന്ദ്രനെയൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഇത് കണ്ടോ, പട്ടികൾ ഓടിക്കളിക്കുന്ന. ഇവിടെ മെയിനായിട്ട് ഈ ഡോഗ്സിനെ അവരിങ്ങനെ കൊണ്ടുവരും കളിക്കാനും, അവർക്ക് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനും, ഇവർക്ക് അതായത് ഡോഗ് ഓണേഴ്സിന് അവർക്ക് വാക്ക് ചെയ്യാനും ഒക്കെ പറ്റിയൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മെയിനായിട്ടും കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. കണ്ട് കണ്ണിനൊരു കുളിർമയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോഗ്സിനെ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഞാനൊരു കാസിലിനെ പറ്റി പറഞ്ഞില്ലേ, ഇത് ആ കാസിലാണ് നിങ്ങൾ കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു കുഞ്ഞു സ്ഥലം, അതിനകത്തൊന്നും കയറാൻ പോലും പറ്റത്തില്ല. ജസ്റ്റ് നമുക്ക് ആ വ്യൂ കണ്ടുപോകാം. ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ UFO ഒക്കെ കൊണ്ടൊന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലം പോലൊക്കെ ഫീൽ ചെയ്തു. അങ്ങനൊരു സ്ഥലം കണ്ടു, ഇങ്ങനെ ഡ്രൈ ലാൻഡ് പോലെ. ഇവിടെ നിന്ന് റൈറ്റിലേക്കുള്ള വ്യൂ അടിപൊളിയായിരുന്നു. സൂര്യൻ സൺസെറ്റ് ആയിരുന്നു. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതേ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്, ഒരു കുഞ്ഞു സ്പോട്ട്. റൈറ്റ് സൈഡിൽ സൂര്യനും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു സ്ലോ മോഷൻ എടുത്തു. ഹിബയുടെ ഐഡിയ
പതിയെ പതിയെ വീണ്ടും 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 നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത്ര ടയറിങ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിന്നൊക്കെയാണ് കയറിപ്പോയത്. സോ അതാണ് ഞാൻ പറഞ്ഞൊരു കുഞ്ഞ് കാസിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞ് സംഭവമാണ്. ദൂരെ നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ദയാ മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലമെന്നൊക്കെ. അടുത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് കെട്ടിടം. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ പേരൊക്കെ അവരുടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡോഗ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. ഇവിടെ യൂഷ്വലി ഡോഗ്സിന് ഇമ്പോർട്ടൻസ് ഇച്ചിരി കൂടുതലാണ്. അങ്ങനെ ഇതെനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയതാണ്. ജർമ്മൻ ഷെപ്പേർഡിനെ നോക്കി ഡാഷ് ബ്രീഡിലുള്ള പട്ടി, എൻ്റെ അമ്മ കുരച്ചിൽ നിർത്തുന്നില്ല, കുരയോട് കുരയായിരുന്നു. അത് കണ്ട് ചിരിച്ചിട്ട് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെ നിന്നുള്ളൊരു വ്യൂ, അത് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോഴാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫാമിലിയെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് നേഹ പോയിട്ട് അവരോട് ചോദിച്ചു ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇതാണ് ആ ബ്യൂട്ടിഫുൾ ഫാമിലി. എന്ത് ക്യൂട്ടാണല്ലേ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത. അവരുടെ പെറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എവിടെ പോകുന്നുണ്ടെങ്കിലും അവരെ കൂടി കൂട്ടും. നിങ്ങളാരും പേടിച്ചില്ലല്ലോ അല്ലേ പെട്ടെന്ന് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള വിഷ് കേട്ടപ്പോൾ? ഞങ്ങൾ ഒത്തിരി നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഹാപ്പി ന്യൂ ഇയർ എന്നിങ്ങനെ ഉറക്കെ പറയണം. അങ്ങനെ നമ്മുടെ ജേർണി ഓൾമോസ്റ്റ് എൻഡ് ആവാൻ പോവാണ്. തിരിച്ച് നമ്മൾ എത്താറായി, താഴത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് സൺസെറ്റ് കാണാൻ പറ്റിയത്. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ അതും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് താഴോട്ട് പോകുന്ന വഴിക്ക് താഴെ എത്താറായപ്പോൾ ഞാൻ വീണെൻ്റെ ഫോണെല്ലാം കൂടി ചെളിയിലേക്ക് മുങ്ങി. ഈ പുല്ലിലാണ് വീണത്. കണ്ടാൽ തോന്നും അവിടെ ഒന്നും ഇല്ലയെന്ന്, പക്ഷെ ഫുൾ ചെളിയാണ്. അപ്പോൾ ചെളിയിലൊക്കെ മുങ്ങി. പിന്നെ ഞാൻ കൊണ്ടുവന്ന് ഈ വാട്ടർഫോളിൻ്റെ താഴെ കൊണ്ടുവന്ന് കഴുകിയെടുത്തു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.